أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا لن نؤمن لك حتى تفجر لنا من الأرض ينبوعا أو تكون لك جنة من نخيل وعنب فتفجر الأنهار خلالها تفجيرا أو تسقط السماء كما زعمت علينا كسفا أو تأتي بالله والملائكة قبيلا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിലുടനീളം ആ അനുഗ്രഹത്തിന്റെ വശ്യമനോഹരമായ മുഹൂർത്തങ്ങൾ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും നിയന്ത്രിക്കുന്നത് പരിശുദ്ധ ഖുർആനും ആ ഖുർആൻ നമുക്ക് എത്തിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. ഇത് രണ്ടും മുറുകെ പിടിക്കലാണ് വിശ്വാസികളുടെ ജീവിതത്തിന്റെ പരമപ്രധാനമായ കർത്തവ്യം. അങ്ങനെ പരിശുദ്ധ ഖുർആനിനെയും തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയും മുറുകെ പിടിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞു വെച്ചത്. അതിന്റെ ബാക്കി എന്നോണം പ്രവാചക ജീവിതവുമായി വിശ്വാസികൾക്കുള്ള ബാധ്യത എന്താണ്, എவ்விதത്തിലുള്ള പ്രവാചകനെയാണ് നാം ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ടത്, പ്രവാചകന്റെ സന്ദേശങ്ങളിൽ പരമപ്രധാനമായ സംഗതി എന്താണ്, ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉമ്മത്ത് മുസ്ലിമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. വിശിഷ്യ പ്രവാചകനെ ഏതൊക്കെയോ വേറെ തലങ്ങളിൽ ചിത്രീകരിക്കുകയും പ്രവാചകന്റെ അത്ഭുത സിദ്ധികളെ അല്ലെങ്കിൽ മുഅ്ജിസാത്തുകളെ സമൂഹത്തിലേക്ക് ഏറ്റവും വലിയ തോതിൽ പ്രചരിപ്പിക്കുകയും അതല്ലാത്ത പ്രവാചകന്റെ ജീവിത സന്ദേശങ്ങളും ദൗത്യവും അത്രമേൽ തന്നെ പ്രാധാന്യത്തോടു കൂടി പഠിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന സമകാലിക ലോകത്ത് പ്രത്യേകിച്ചും ഏത് തരത്തിലാണ് പ്രവാചക സന്ദേശവും ദൗത്യവും നാം ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കേണ്ടത് എന്നത് വളരെ പ്രധാനമാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യ, നിരക്ഷരനായ ഒരു പ്രവാചകനെ അനുധാവനം ചെയ്യുന്നവരാണ് അവര്. അല്ലദീന യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ, ആ പ്രവാചകനാകട്ടെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ബാക്കിപത്രമാണ്, അതിന്റെ പരിപൂർണതയാണ്, അതിന്റെ പരിസമാപ്തിയാണ്. അല്ലദീന യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ, മുൻകഴിഞ്ഞ വേദ സമൂഹങ്ങളുടെ ഗ്രന്ഥങ്ങളായ തൗറാത്തിലും ഇഞ്ചീലിലും രേഖപ്പെടുത്തപ്പെട്ട ഒരു പ്രവാചകൻ, യഅ്മുറുഹും ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കുകയും വയൻഹാഹും അനിൽ മുൻകർ, തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകൻ, വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്തി വയുഹർരിമു അലൈഹിമുൽ ഖബായിസ, നന്മയെ അവർക്ക് കാണിച്ചു കൊടുക്കുകയും തിന്മയുടെ ഉച്ചാടനത്തിന് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകൻ, വയദഹു അൻഹും മിസ്റഹും വല്ലഅലാലല്ലതി കാനത് അലൈഹിം, സമൂഹത്തെ വരിഞ്ഞു മുറുക്കിയ ഭാണ്ഡങ്ങൾ, അവരെ മുതുകുകളിൽ ഞെരിഞ്ഞമരുന്ന ഭാണ്ഡങ്ങൾ, ആ ഭാണ്ഡങ്ങൾ ഇറക്കി വെച്ചു കൊടുക്കുകയും അവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചങ്ങലക്കെട്ടുകളിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകൻ. പരിശുദ്ധ ഖുർആൻ പ്രവാചകനെ പരിചയപ്പെടുത്തുന്നിടത്തെല്ലാം ഈ വിഷയങ്ങൾ അടിക്കടി ആവർത്തിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എന്നത് നാം ഏറെ ശ്രദ്ധയോടുകൂടി പഠിപ്പിക്കേണ്ടതാണ്. മനുഷ്യന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് അവരിൽ നിന്ന് തന്നെ അവരിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിക്കുക വഴി ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം
അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ അവരിലേക്ക് നിയോഗിക്കുക വഴി അള്ളാഹു വലിയ ഒരു അനുഗ്രഹമാണ് നമ്മളോട് ചെയ്തത്. ഒരു മലായികത്തിനെ, ഒരു മലക്കിനെയാണ് അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചിരുന്നെങ്കിൽ മനുഷ്യ സമൂഹത്തിന് ആ മലക്കിന്റെ വിധാനത്തിലേക്ക് എത്തുക ഒരിക്കലും സാധ്യമായിരുന്നില്ല, അപ്രാപ്യമാണ്. വേറെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ വർഗത്തെയാണ്, വിഭാഗത്തെയാണ് അള്ളാഹു സവിശേഷമായി തെരഞ്ഞെടുക്കുകയും അവന്റെ അമ്പിയാക്കന്മാരായി മുർസലുകളായി ലോകത്തേക്ക് നിയോഗിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ മനുഷ്യ സമൂഹത്തിന് അവരെ ഉൾക്കൊള്ളുക സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും മനുഷ്യരായിരുന്നു, മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു എന്ന് അടിക്കടി ഖുർആൻ ആവർത്തിച്ച് പറയുന്നത് ആ മനുഷ്യ തലത്തിൽ നിന്ന് അവരെ ഉയർത്തി വേറെ ഒരു തലത്തിലേക്ക് നമ്മൾ വെക്കേണ്ടതില്ല എന്ന് മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കാൻ തന്നെയാണ്. മുൻകഴിഞ്ഞു പോയ കുറെ പ്രവാചകന്മാരുടെ മാതൃകകൾ, ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവര് മുഴുവൻ അവരുടെ കാലഘട്ടം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഒന്നുകിൽ ദൈവികമായ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു, അല്ലെങ്കിൽ ദൈവികമായ വിശേഷണങ്ങൾ അവർക്ക് ചാർത്തപ്പെട്ടു. മനുഷ്യരായ പ്രവാചകന്മാർ എന്ന തലത്തിൽ നിന്ന് അവരെ മാറ്റിയെടുക്കുകയും വേറെ മനുഷ്യന് അപ്രാപ്യമായ ഒരു തലത്തിലേക്ക് അവരെ ഉയർത്തുകയും ചെയ്തതിന്റെ ഫലമാണ് ആ മതങ്ങളെല്ലാം തകർന്നടിഞ്ഞു പോവുകയും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണം അള്ളാഹുവിന്റെ റസൂലിലൂടെ നിർവഹിക്കുകയും ചെയ്യേണ്ടി വന്നത് എന്നതിന് പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ്. ഞാനിത് പറയാൻ കാരണം നമ്മുടെ സമകാലിക സംഭവങ്ങളെ യാഥാർത്ഥ്യബോധത്തോടു കൂടി നമ്മൾ അപഗ്രഥനം ചെയ്യുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്നുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹോന്നതനായ വ്യക്തിത്വമാണ്, മനുഷ്യകുലത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിത്വമാണ്. അള്ളാഹു അങ്ങനെ തന്നെയാണ് പ്രവാചകനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ആ പറഞ്ഞെടുത്ത് മുഴുവൻ മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ ഈ പ്രവാചകൻ അവതരിപ്പിച്ചത് മുഴുവൻ മനുഷ്യനായ പ്രവാചകൻ എന്നാണ്. മാനുഷികമായ എല്ലാ സവിശേഷതകളോടും കൂടിയ ഒരു പ്രവാചകൻ. അതിനെ ആ ആദരവും പ്രത്യേകതയും പ്രശംസയും നൽകിക്കൊണ്ട് തന്നെ നിലനിർത്തുന്നതോടൊപ്പം പ്രവാചകനെ മനുഷ്യത്വം എന്ന് പറയുന്ന വിധാനത്തിൽ നിന്ന് ഒരു കാരണവശാലും ഉയർത്താൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ അടിക്കടി നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന കഥകളും സംഭവങ്ങളും പ്രവാചകന്റെ മുടിയുടെ വളർച്ചയും അദ്ദേഹത്തിന്റെ റൗള ഷരീഫിൽ നിന്ന് അടിച്ചു വാരിയെടുത്ത പൊടിയും പൊടിപടലങ്ങളുമൊക്കെ ഏതോ തലത്തിൽ ചർച്ചയാകപ്പെടുകയും അത് മനുഷ്യ സമൂഹത്തിന് എന്തോ വലിയ ഒരു മഹോന്നതമായ സംഗതിയായി പ്രയോഗിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂരിഭാഗം അമുസ്ലിം സഹോദരന്മാർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ്. ആ നാട്ടിലാണ് നാം ഈ പ്രവാചകനെ വെക്കുന്നത്. അവരുടെ ദൈവങ്ങളും അവരുടെ ആരാധ്യ വസ്തുക്കളുമാകട്ടെ അത്ഭുതങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത വണ്ണം അവരുടെ പുസ്തകങ്ങളിലും അവരുടെ കഥകളിലും നിറഞ്ഞു നിൽക്കുകയാണ്. അതൊന്നും പറയുകയല്ല എന്റെ ഇപ്പോഴത്തെ വിഷയം. ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഒരു പ്രവാചകനെയാണ് ഈ സമൂഹത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നതെങ്കിൽ അതിന് ഈ സമൂഹത്തിൽ ഒരു പ്രസക്തിയുമില്ല. ആ അത്ഭുതങ്ങൾ ഒരുപാട് കാണിക്കുന്ന ദൈവങ്ങളും ദൈവത്തിന്റെ ഗുണവിശേഷങ്ങൾ ചാർത്തിക്കൊടുത്ത അല്ലെങ്കിൽ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന സംവിധാനങ്ങളുമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേസമയം അത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന സമയത്ത് അറേബ്യൻ സമൂഹത്തിലും ഉണ്ടായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാം ദൈവതലത്തിലേക്ക് ഉയർത്തപ്പെട്ട പ്രവാചകനായിരുന്നു. അന്നത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ മുമ്പില് ഉസൈർ പ്രവാചകനെ ദൈവമായി, ദൈവത്തിന്റെ പുത്രനായി, ഇബ്നുല്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പുത്രതലത്തിലേക്ക് ഉയർത്തപ്പെട്ട ജൂതന്മാരുടെ സമൂഹവും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു പ്രവാചകൻ, ആ പ്രവാചകനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞെടുത്ത് മുഴുവൻ ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യനാണ്. ഈ പറഞ്ഞത് എല്ലാ ദൗർബല്യങ്ങളുമുള്ള ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിലല്ല. അങ്ങനെ ആരും പ്രതിപാദിക്കുന്നുമില്ല, അങ്ങനെ ആരും പറയേണ്ടതുമില്ല. പക്ഷേ മനുഷ്യനാണ് എന്നത് ഖുർആൻ അടിവരയിടുന്നു. യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. എന്റെ പ്രത്യേകത, എനിക്ക് വഹി ലഭിച്ചിട്ടുണ്ട്, എനിക്ക് അല്ലാഹുവിന്റെ ദിവ്യബോധനം ലഭിച്ചിട്ടുണ്ട്. അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. ആ ദിവ്യബോധനത്തിന്റെ കാതലും കഴുമ്പും അല്ലാഹു ഏകനാണ് എന്നതാണ്. ഞാൻ വരുന്ന എന്റെ പ്രവാചകത്വത്തിന്റെ മഹിതമായ സന്ദേശം എന്ന് പറയുന്നത് അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. നിങ്ങളുടെ അല്ലാഹു, നിങ്ങളുടെ ഇലാഹ് ഒരൊറ്റ ഇലാഹാണ്. അതുകൊണ്ട് വമൻ കാന യർജൂ ലിഖാ റബ്ബിഹി, തന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആര് നിങ്ങളിലുണ്ടോ,
ഫൽയഅമൽ അമലൻ സ്വാലിഹൻ, അവര് സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, ആ റബ്ബിന്റെ ഇബാദത്തില് ഒരു മനുഷ്യനെയും ഒരു പ്രവാചകനെയും ഒരു അണുമണി തൂക്കം നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആദർശ അടിത്തറ ഇതല്ലേ സഹോദരന്മാരെ? അള്ളാഹുവിന്റെ ഏകത്വം, തൗഹീദിന്റെ പ്രചാരകനായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്, പ്രഖ്യാപിച്ചുകൊണ്ട് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രാമാണികമായ ഏറ്റവും പ്രസക്തമായ സൂറത്തുൽ അഹദിന്റെ അടിത്തറ ഇത് പ്രഘോഷിക്കുന്നതാണ്. പ്രവാചകരെ, താങ്കൾ പറയണം ഈ സമൂഹത്തോട്, ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, അല്ലാഹു സമദ്, അല്ലാഹു അനാശ്രയനാണ്, ലം യലിദ് വലം യൂലദ്, അവൻ ജനിക്കുകയോ ജനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് സമന്മാരായി ഒരുത്തരുമില്ല, അവന്റെ സിഫത്തിലുമില്ല, ദാത്തിലുമില്ല. ഇത് പഠിപ്പിക്കാനാണ് ലോകത്തിലെ മുഴുവൻ പ്രവാചകന്മാരും വന്നത്. അതിനെതിരെ ഒരുപാട് അത്ഭുതങ്ങൾ ചോദിച്ചിട്ടുണ്ട് മക്കയിലെ മുശ്രിക്കുകള്. പ്രവാചകന്റെ മുന്നില് നിങ്ങൾ അത് കാണിക്കണം, നിങ്ങൾ ഇത് കാണിക്കണം. ഞാൻ നേരത്തെ സൂറത്തുൽ ഇസ്രായിൽ ഓതി വെച്ച ആയത്തുകൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. വഖാലൂ ലൻ നുഅ്മിന ലക ഹത്താ തബ്ജുറ ലനാ മിനൽ അർളി യംബൂഅ. ഇത് കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്ന ഒരു പറച്ചിലാണ്. മുഴുവൻ പ്രവാചകന്മാരോടും അവരെ സമൂഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ അത്ഭുതങ്ങൾ കാണിക്ക്, നിങ്ങൾ അത് കാണിക്ക്, ഇത് കാണിക്ക്, ഞങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയല്ല, ഈ പ്രവാചകനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അവർക്ക് ആവശ്യം മനുഷ്യനായ അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു പ്രവാചകനെ ആയിരുന്നില്ല. അവർക്ക് ആവശ്യം ഒരു മലക്കിനെ ഇറക്കണം, അല്ലെങ്കിൽ അള്ളാഹു തന്നെ നേരിട്ട് വന്നിട്ട് അവരോട് പറയണം, ഞങ്ങൾ വിശ്വസിക്കുകയില്ല, വഖാലൂ ലൻ നുഅ്മിന ലക, താങ്കളിൽ ഞങ്ങൾ വിശ്വസിക്കുകയില്ല, ഹത്താ തബ്ജുറ ലനാ മിനൽ അർളി യംബൂഅ, ഭൂമിയിൽ താങ്കൾ സ്വന്തമായി ഒരു ഉറവ ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കി തരുന്നത് വരെ, ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ, അല്ലെങ്കിൽ ഈത്തപ്പനയുടെ ഒരു തോട്ടം സ്വന്തമായി ഉണ്ടാക്കുക, വഇനബിൻ, മുന്തിരിയുടെ ഒരു തോട്ടം ഉണ്ടാവട്ടെ, ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറ, ആ തോട്ടത്തിന്റെ നടുവിലൂടെ ഞങ്ങൾക്ക് വേണ്ടി ഒരു അരുവി ഒഴുകട്ടെ, ഔ തുസ്ഖിതസ് സമാഅ കമാ സഅംത അലൈനാ കിസഫൻ, ആകാശം കഷ്ണങ്ങളായി ഞങ്ങളുടെ തലയിലേക്ക് നീ ഇട്ടു തരിക, ഔ തഅതിയ ബില്ലാഹിൽ മലായികത്തി ഖബീല, അല്ലെങ്കിൽ അല്ലാഹുവിനെയും അവന്റെ മലായികത്തുകളെയും നീ അണിയണിയായി ഞങ്ങളുടെ മുമ്പിൽ നിർത്തിക്കൊണ്ടുവരിക. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, നിങ്ങൾ ആകാശത്തേക്ക് കയറി പോവുക, അവിടെ നിന്നൊരു ദിവ്യഗ്രന്ഥവുമായി ഇറങ്ങി വരിക. ഇതൊക്കെ പറഞ്ഞ സമൂഹത്തോട് പരിശുദ്ധ ഖുർആൻ അള്ളാന്റെ റസൂലിനോട് പറയാൻ പറഞ്ഞ വാചകം, ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല. നിങ്ങൾ എന്തൊരു വിഡ്ഢിത്തമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല, ഞാനൊരു മനുഷ്യനായ പ്രവാചകനല്ലേ? അങ്ങാടിയിലൂടെ നടക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരുടെ എല്ലാവിധ രീതികളും ഉള്ള ഒരു പ്രവാചകൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അവർ തന്നെ ആരോപിച്ചത് അതാണല്ലോ. ഇതെന്തൊരു ദൂതനാണ്, ഇതെന്തൊരു പ്രവാചകനാണ്, അങ്ങാടിയിലൂടെ നടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. എന്തുകൊണ്ടൊരു മലക്കിനെ ഇറക്കുന്നില്ല, അങ്ങനെ മുന്നറിയിപ്പ് നൽകുന്നില്ല? അള്ളാഹുവിന്റെ റസൂലിനെ അവതരിപ്പിക്കുന്നത് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അത്ഭുതങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിൽ പച്ചയായ ഒരു റസൂലായി, മനുഷ്യനായ ഒരു റസൂലായി കൊണ്ടാണ്. എന്നിട്ട് ആ റസൂലിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. കേവല മനുഷ്യൻ എന്ന അർത്ഥത്തിലല്ല, താങ്കൾ ഒരു മനുഷ്യനാണ്, പക്ഷേ മനുഷ്യകുലത്തിന്റെ ഏറ്റവും മഹോന്നതമായ പ്രത്യേകതകളോട് കൂടിയ ഒരു മനുഷ്യൻ. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, അത്യുന്നതമായ ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമ. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, കാന ഖുലുഖുഹു അൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഹ്സനൻ നാസി ഖുലുഖൻ, ജനങ്ങളെ കൂട്ടത്തില് ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യനായിരുന്നു പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെയാണ് ഈ സമൂഹത്തിന് ആവശ്യം, ആ പ്രവാചകനെയാണ് ഈ സമൂഹം ദാഹിച്ചുകൊണ്ടിരിക്കുന്നത്, അവരാഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ പ്രവാചകന്റെ പ്രത്യേകതകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ലോകത്ത് കാരുണ്യത്തിന്റെ മൂർത്തിരൂപമായ പ്രവാചകൻ, കാരുണ്യത്തിന്റെ നിറകുടമായ പ്രവാചകൻ, നീതിയുടെ നിറകുടമായ പ്രവാചകൻ, ലോകത്ത് മനുഷ്യ സമൂഹത്തിന്റെ കാരുണ്യം ആഗ്രഹിക്കുന്ന, നീതി ആഗ്രഹിക്കുന്ന, അവരുടെ സുന്ദരമായ ജീവിതത്തിന് എല്ലാ നന്മകളും ആഗ്രഹിക്കുന്ന ഒരു മഹാനായ പ്രവാചകന്റെ ഒഴിവേ ഇവിടെയുള്ളൂ.
അതുകൊണ്ട് റസൂലിനെ ആ തലത്തിൽ ഈ സമൂഹത്തിലേക്ക് നമ്മൾ പകർത്തിക്കൊടുത്താൽ അത് ആവശ്യമുള്ളവരാണ് ഈ ലോകം. യൂറോപ്പ് അതിനെ സ്വീകരിക്കും, ഏഷ്യൻ രാജ്യങ്ങൾ അതിനെ സ്വീകരിക്കും. ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ പോലും മുസ്ലിം സമൂഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവ്വിധമുള്ള ഒരു പ്രവാചകനെ പരിചയപ്പെടുത്താനല്ല, അവ്വിധമുള്ള ഒരു പ്രവാചകന്റെ സന്ദേശം ഈ സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്താനല്ല, മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ പ്രവാചകന്റെ മുടി വളരുന്നു, പ്രവാചകന്റെ മക്കൾക്ക് മദീനക്ക് മക്കയേക്കാൾ പ്രാധാന്യമുണ്ട്, കഅബയേക്കാൾ പ്രാധാന്യമുള്ളതാണ് റൗള ഷരീഫ് എന്ന അർത്ഥത്തിലൊക്കെ വല്ലാത്ത പ്രചരണങ്ങൾ നടത്തി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ശിർക്ക് കടന്നു വരാൻ പ്രവാചകൻ അപ്രമാദിത്വം കൽപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ സംഗതികൾ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ അതിനെ വേരോടെ പിഴുതെറിഞ്ഞ ചരിത്രമാണ് ഇസ്ലാമിക ചരിത്രത്തിലുള്ളത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവും അതിനു മുമ്പും ശേഷവുമുള്ള ഖുലഫാഉർ റാഷിദുകളുടെ ചരിത്രം പരിശോധിച്ചാൽ അവിധം ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ തലത്തിലേക്ക് പ്രവാചകനെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. എന്നിട്ട് ആ പ്രവാചകൻ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി സമൂഹത്തെ നമ്മൾ പഠിപ്പിക്കണം. അതെന്താ? തൗഹീദിന്റെ പ്രചാരകനാണ് പ്രവാചകൻ. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലൻ അനിഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ഒരൊറ്റ പ്രവാചകനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമല്ല ലോകത്ത് വന്ന ഒരു പ്രവാചകനെയും ലോകത്തേക്ക് നാം നിയോഗിച്ചിട്ടില്ല. അനിഅ്ബുദുല്ലാഹ, അവർക്ക് ഈ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടിയല്ലാതെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. വജ്തനിബുത് താഗൂത്ത്, താഗൂത്തിനെ നിങ്ങൾ പൂർണ്ണമായി ദൈവേതരമായ സകല സംവിധാനങ്ങളെയും നിങ്ങൾ ഒഴിവാക്കണം. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ, പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് ഒരു ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, അദ്ദേഹത്തിലേക്ക് ദിവ്യബോധനം നൽകിക്കൊണ്ടല്ലാതെ അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല, അതുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹദ, അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക്, മനുഷ്യരുടെ അടിമത്തത്തിൽ നിന്ന്, മതങ്ങൾ തീർത്ത അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് നയിക്കാനാണല്ലോ പ്രവാചകന്മാർ വന്നത്. അത് തന്നെയാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല പ്രവാചകൻ കൃത്യമായി പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ സമീഅത്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചകൻ പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ലാ തതുറൂനി കമാ അതുറത് നസാറ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ നസാറാക്കള് ക്രിസ്ത്യാനികള് അങ്ങ് ഉയർത്തിയതുപോലെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. ഫഇന്നമാ അന അബ്ദുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. അതുകൊണ്ട് ഫഖൂലു, നിങ്ങൾ പറയണം അബ്ദുല്ലാഹി വറസൂലി, അല്ലാഹുവിന്റെ അടിമയും അല്ലാഹുവിന്റെ ദൂതനുമാണ് പ്രവാചകനെന്ന് നിങ്ങൾ പറയണമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏതൊക്കെ തലത്തിൽ അല്ലാഹുവിന്റെ തൗഹീദ് പഠിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ വന്നത്. ആ തൗഹീദിന്റെ അന്തസത്ത എന്താ? റബ്ബിന്റെ മുമ്പിൽ 17 തവണ കൈകെട്ടി നിന്നുകൊണ്ട് നമ്മൾ പറയുന്ന വാചകം പഠിപ്പിച്ചു റസൂല്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രം ഇബാദത്ത് ചെയ്യുന്നു, അവനോട് മാത്രം സഹായം ചോദിക്കുന്നു. അവിടെ റസൂലിനെ പോലും കൂട്ടുപിടിക്കാൻ അല്ലാഹു അനുവാദം നൽകുന്നില്ല. പല സന്ദർഭങ്ങളിൽ ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. താങ്കളോട് നാം ചോദിക്കപ്പെടുന്ന സന്ദർഭം, ഈസാ നബി അലൈഹി സ്വലാമിനോട് ചോദിക്കുമെന്ന് ഖുർആൻ പറഞ്ഞു. താങ്കളാണോ ഈ സമൂഹത്തെ പ്രവാചകരെ താങ്കൾക്ക് ഇബാദത്ത് ചെയ്യണം എന്ന് കൽപ്പിച്ചത് താങ്കളാണോ? മറുപടി ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, റബ്ബേ ഞാൻ എങ്ങനെ പറയാനാണ്, എനിക്കെന്ത് അധികാരമാണിത് പറയാനുള്ളത്? ഞാൻ ജീവിതം അവസാനിക്കുന്നത് വരെ, നിന്റെ അടുക്കലേക്ക് തിരിച്ചു വരുന്നത് വരെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അതിനുശേഷമുള്ള സംഗതികൾ ഞാനല്ല അറിയുന്നത് റബ്ബേ നീയാണ് എന്ന് ന്യായം പറയുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ആ പ്രവാചകന്റെ തൗഹീദാണ് നമ്മൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കേണ്ടത്. ഒരുപാട് മതവിശ്വാസങ്ങളും ദൈവവിശ്വാസങ്ങളും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഏകനായ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയും അവനോട് മാത്രം സഹായം അഭ്യർത്ഥിക്കുകയും അവന്റെ മാത്രം മുമ്പിൽ തലകുനിക്കുകയും അവന്റേതല്ലാത്ത സകല സംവിധാനങ്ങളോടും നോ പറയുകയും ചെയ്യുന്ന ജീവിതത്തിന്റെ ഒരു മേഖലയിലും ഒരു സംശയവുമില്ലാത്ത അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖദൈത വലാ യൻഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ്, റബ്ബേ എനിക്ക് സംഭവിക്കുന്നത് മുഴുവൻ നീ അറിഞ്ഞുകൊണ്ടും നീ തീരുമാനിച്ചിട്ടുമാണ്. നീ തീരുമാനിച്ച ഒരു സംഗതി നടപ്പിൽ വരുത്താതിരിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. നീ വേണ്ട എന്ന് പറഞ്ഞതിനെ നടപ്പിൽ വരുത്താനും ഒരു ജീവജാലത്തിനും ഒരു സൃഷ്ടിജാലത്തിനും സാധ്യമല്ല. നിന്നിൽ നിന്നല്ലാതെ നന്മയും തിന്മയും
തിന്മയുമില്ല എന്ന് ഈമാൻ കാര്യങ്ങളിലെ അവസാനത്തെ കാര്യമായി ഖദറിലുള്ള വിശ്വാസമായി നമ്മെ പഠിപ്പിച്ചു വെച്ച ദർശനത്തിന്റെ ആളുകളാണ് നമ്മൾ. ആ പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. ആ പ്രവാചകനിൽ തന്നെ അപ്രമാദിത്യം ആരോപിച്ച് ആ പ്രവാചകനെ തന്നെ വേറെ ഒരു തലത്തിലേക്ക് ഉയർത്തി അള്ളാഹുവിന്റെ കൂടെ സഹായം ചോദിച്ചാൽ കിട്ടുന്ന, സഹായം അഭ്യർത്ഥിക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് അള്ളാന്റെ റസൂലിനെ ഉയർത്തിവിട്ടാൽ ഈ സമൂഹത്തിന് അങ്ങനെ ഒരു പ്രവാചകനെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഒരു പ്രവാചകനെ ദീനും അള്ളാന്റെ ഖുർആനും പഠിപ്പിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ ചെയ്യേണ്ടത്, വിശ്വാസികളെ ബാധ്യത എന്ന് പറയുന്നത് ഈ തലത്തിലുള്ള റസൂലിൽ പൂർണ്ണമായി വിശ്വസിക്കുക, അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുക. ഫആമിനൂ ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെ വിശ്വാസത്തിന്റെ കൂടെ ഖുർആൻ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെ ഒക്കെ ചേർത്തി പറഞ്ഞ ഒരു വാചകമാണ് ആമിനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ റസൂലിലും നിങ്ങൾ വിശ്വസിക്കണം. വന്നൂരില്ലദീ അൻസൽന, നാം അവതരിപ്പിക്കപ്പെട്ട ഈ വേദഗ്രന്ഥത്തിലും നിങ്ങൾ വിശ്വസിക്കുക. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കൃത്യമായി അറിയുന്നവനാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വആമിനു ബിറസൂലിഹി, അവന്റെ റസൂലിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിൽ നമ്മളെ പഠിപ്പിക്കുന്ന ദിവ്യമായ ആയത്ത്, യഅതികും കിഫലൈനി മിർ റഹ്മതിഹി, അവന്റെ റഹ്മത്ത് ഇരട്ടി ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് കിട്ടും. വയജഅൽ ലക്കും നൂറൻ തംശൂന ബിഹി, നിങ്ങൾക്ക് നടക്കാനുള്ള, നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വെളിച്ചം ആ ഖുർആനിൽ നിന്നും ഈ പ്രവാചക ചര്യയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും. വയഗ്ഫിർ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു എല്ലാം പൊറുക്കുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, വഉമിർതു അൻ ഉഖാതിലൻ നാസ ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് പ്രഖ്യാപിക്കുവോളം ജനങ്ങളോട് സമരം ചെയ്യാൻ, അവരോട് യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വയുമിനു ബി വബിമാ ജിഅ്തു ബിഹി, ഞാൻ എന്നിൽ വിശ്വസിക്കാനും ഞാൻ കൊണ്ടുവന്ന സന്ദേശത്തിൽ വിശ്വാസമർപ്പിക്കാനും എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ പ്രവാചകനെ ആ അർത്ഥത്തിൽ നമ്മൾ പൂർണ്ണമായി ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ പ്രവാചകന്റെ പൂർണ്ണമായ അനുസരണം നമ്മൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വറസൂലഹു, എന്താണ് പ്രവാചകനോടുള്ള ഹുബ്ബ്, എന്താണ് പ്രവാചകനോടുള്ള സ്നേഹം, അതെങ്ങനെയാണ് ഞാൻ പ്രകടിപ്പിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകനെ കുറിച്ച് ഒരുപാട് മദ്ഹുകൾ പറയുന്നത് അല്ല പ്രവാചക സ്നേഹം, അത് മദ്ഹ് പറയണ്ട എന്നൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല. പ്രവാചകനെ കുറിച്ച് നമുക്കറിയാവുന്ന സത്യസന്ധമായ മദ്ഹുകളൊക്കെ നമുക്ക് പറയാം. പക്ഷേ ജീവിതത്തിൽ പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിന്റെ പ്രവാചകനായി മാറുന്നത് അത്തിയുല്ലാഹ വറസൂലു, ഞാൻ അള്ളാനെയും അള്ളാന്റെ റസൂലിനെയും അനുസരിക്കുമ്പോഴാണ്. വലാ തവല്ലു അന്നു, ആ അനുസരണത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ പാടില്ല. വഅൻതും തസ്മഊൻ, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. വമൻ യുതിഇല്ലാഹ വറസൂലുഹു, ആർ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ, യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളിൽ അവർ പ്രവേശിപ്പിക്കപ്പെടും. ഖാലിദീന ഫീഹാ, അതിൽ അവർ ശാശ്വതരാണ്. വദാലികൽ ഫൗസുൽ അലീം, അതാണ് മഹത്തായ വിജയം. അള്ളാഹുവിന്റെ റസൂലിനെ പൂർണ്ണമായി അനുസരിക്കുക. ആ റസൂൽ എന്തൊക്കെ കൽപ്പിച്ചോ അതിനെ നമ്മൾ അംഗീകരിക്കുക. അത് അംഗീകരിക്കാതെ ഞാനൊരു ദിവസത്തിലോ ഒരു മാസത്തിലോ ഒരു പ്രത്യേകമായ സന്ദർഭത്തിലോ എനിക്ക് എന്റെ റസൂലിനോട് മുഹബ്ബത്താണ് എന്ന് പ്രഖ്യാപിക്കുന്നത് എന്തുമാത്രം വങ്കത്തമാണ്. 363 ദിവസം ബാക്കി, അല്ലെങ്കിൽ 62 ദിവസവും ഞാൻ ആ വഴിക്ക് പോകാറില്ല. ഞാൻ എന്റെ റസൂലിനോട് കേവലം അങ്ങ് ഏതോ അർത്ഥത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റസൂൽ എന്റെ ജീവിതത്തിന്റെ കടിഞ്ഞാണായി മാറുന്നില്ല. നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്ത ഒരു സമൂഹത്തിന്റെ ജീവിത രീതി കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും. അവര് റസൂലിന് ഇഷ്ടപ്പെടാത്ത ഒരു സംഗതി അവരുടെ ജീവിതത്തിൽ അവർക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതിന് ശേഷം മദീനയിൽ അദ്ദേഹം ജീവിച്ചിട്ടില്ല, ജീവിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം റസൂലില്ലാത്ത മദീന. നിങ്ങൾക്കറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് ലോകം കണ്ട ഏറ്റവും വലിയ ശക്തനായ ഭരണാധികാരി, ഏറ്റവും വലിയ ധീരനായ ശൂരനായ ഭരണാധികാരി, സ്വന്തം വാളും ഉയർത്തിപ്പിടിച്ചിട്ട് ഉറയിൽ നിന്ന് ഊരിയിട്ട് മുഹമ്മദ് മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ
ഞാൻ അവനെ ഈ വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തും എന്ന് പ്രഖ്യാപിക്കുമാറ് ഉൾക്കൊള്ളാൻ കഴിയാത്ത മാനസികാവസ്ഥയിലാണ് മദീനയിലെ ഓരോ കുഞ്ഞുമുണ്ടായിരുന്നത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയ കവിതാശകലമുണ്ട്. ഒന്ന് കരയാൻ കുറച്ച് സമയം തരണം എനിക്ക്, ഒന്നെന്റെ ഹൃദയത്തെ നേരെയാക്കാൻ എനിക്ക് ദിവസങ്ങൾ തരണം, കാരണം എന്റെ റസൂൽ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ മദീനക്ക് അതിന്റെ വെളിച്ചം കെട്ടിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞത് ഈ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വർഷങ്ങൾക്ക് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് വീണ്ടും മദീനയിലേക്ക് പ്രമുഖരായ സഹാബിവര്യന്മാരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വരുന്ന ഒരു സന്ദർഭമുണ്ട്. എന്നിട്ട് മദീന പള്ളിയിൽ വെച്ച് ബാങ്ക് കൊടുക്കാൻ ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഒരിക്കൽ കൂടി ബിലാൽ ഇബ്നു റബാഹ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ചുമലിൽ ചവിട്ടിക്കൊണ്ട് കഅബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് വിളിച്ച സഹാബിവര്യനാണ്. പിന്നീട് റസൂലിന്റെ മരണം വരെ ബിലാല് അവിടുത്തെ ബാങ്കുകാരനാണ് റളിയല്ലാഹു അൻഹു. ആ പ്രവാചക ശിഷ്യൻ വീണ്ടും ബാങ്ക് കൊടുക്കുന്നു. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നിടത്തെത്തിയപ്പോ ആ റസൂലുള്ളാഹ് എന്ന് പൂർത്തിയാക്കാൻ കഴിയാതെ അദ്ദേഹം വിങ്ങിപ്പൊട്ടി ആ ബാങ്കിൽ നിന്ന് വിരമിക്കുന്ന ഒരു സന്ദർഭം ചരിത്രം നമുക്ക് മുമ്പിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് മദീന പള്ളിയെ നോക്കി തിരിച്ചു പോകുന്ന ബിലാൽ ഇബ്നു റബാഹിനെ പോലെ ലക്ഷക്കണക്കിന് സ്വഹാബിമാര് പ്രവാചക ജീവിതത്തെ അനുധാവനം ചെയ്തവരാണ്. അവരെ ജീവിതകാലത്ത് അവര് തെരുവുകൾ തോറും റസൂലിന്റെ മദ്ഹ് പാടി നടക്കുകയായിരുന്നില്ല, അവര് റസൂലിനെ ഫോളോ ചെയ്യുകയായിരുന്നു. എന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് അവർക്കില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ് അതിന്റെ ഉദാഹരണങ്ങൾ, സമയമില്ല കൂടുതൽ പറയാം. ഞാൻ പറയുന്നത് ആ അർത്ഥത്തിലുള്ള ഒരു ഹുബ്ബുർ റസൂല് നമ്മിൽ പ്രകടമാകണമെങ്കിൽ ഞാൻ ആ റസൂലിനെ ഫോളോ ചെയ്യണം, അനുധാവനം ചെയ്യണം. എന്റെ ജീവിതത്തിന്റെ A to Z ആ റസൂലായിരിക്കണം എന്നെ നിയന്ത്രിക്കേണ്ടത്. എന്റെ വിവാഹവും എന്റെ ജീവിതവും എന്റെ വ്യക്തിതലവും എന്റെ സാമൂഹിക തലവും എന്റെ കച്ചവടവും എന്റെ ജീവിതത്തിന്റെ മറ്റെല്ലാ മേഖലകളും ആ റസൂലിന്റെ കൽപ്പനകൾക്കനുസരിച്ചാകണം. ജീവിതത്തിന്റെ എല്ലാ മലീമസമായ മേഖലകളിലൂടെയും യാത്ര ചെയ്ത് ഏതെങ്കിലും ഒരു ദിവസത്തിൽ അള്ളാഹിന്റെ റസൂലിന്റെ ശഫാഅത്തും തേടി ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു ദീന് പടച്ചതമ്പുരാൻ പഠിപ്പിച്ചിട്ടില്ല എന്നെങ്കിലും നമ്മൾ ചുരുങ്ങിയത് മനസ്സിലാക്കണം. ആ റസൂലിനെ പൂർണ്ണമായി അനുസരിക്കാതിരുന്നാലോ ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അംരിഹി, ഇതൊക്കെ ഖുർആൻ പറയുന്നത്. ആ പ്രവാചകന്റെ കൽപ്പനകൾക്ക് കടകവിരുദ്ധമായി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. അവർക്ക് വേദനാജനകമായ ശിക്ഷ, അവർക്ക് ഫിത്ന വരുന്നത് അവർ പേടിച്ചു കൊണ്ടുകൊള്ളട്ടെ. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ആരെങ്കിലും ധിക്കാരം കാണിച്ചാൽ ആ പ്രവാചക കൽപ്പനകൾക്കപ്പുറം ചാടിക്കടന്ന് ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിലൂടെ മുഴുകിയാൽ ശാശ്വതമായ നരകത്തിൽ നാം അവരെ പ്രവേശിപ്പിക്കും. അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ അർത്ഥത്തില് അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കുക, റസൂല് പഠിപ്പിച്ച ദീനുമായി മുന്നോട്ട് പോവുക. അവിടെ കൂടുതലും നമ്മളൊന്ന് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യവുമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചിട്ടുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ലഹു ഈ ദീനിൽ ആരെങ്കിലും പുതുതായിട്ട് വല്ലതും കൊണ്ടെന്നാൽ അത് ഈ ദീനിലുള്ളതല്ലെങ്കിൽ അത് റദ്ദ് ചെയ്ത് കളയണം, അത് തള്ളിക്കളയണം. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ വീണ്ടും ഒരിക്കൽ പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂല് പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന, നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ഒരാൾ ചെയ്താൽ അത് റദ്ദ് ചെയ്യപ്പെടേണ്ടതാണ്. ദീൻ എന്ന് പറയുന്നത് അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്, ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വരേണ്ടത് ആ റസൂലിന്റെ കാലത്തും ആ സമൂഹത്തിലും നാഗരികതയിലും വളർന്നിട്ടില്ലാത്ത നാഗരിക വളർച്ചക്കനുസരിച്ച്, സാംസ്കാരിക വളർച്ചക്കനുസരിച്ച് രൂപം കൊള്ളേണ്ട ഇജ്തിഹാദിന്റെ കാര്യങ്ങളാണ്. അതിന്റെ പോലും അടിസ്ഥാനം അള്ളാഹുവിന്റെ ഖുർആനും സുന്നത്തുമാണ്. എന്റെ അഭിപ്രായങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ അല്ല. ആ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിത്തറയിൽ നിന്നുകൊണ്ട് ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാര് ഉരുത്തിരിച്ചെടുക്കേണ്ട നിർദ്ധാരണത്തിനാണ് തജ്ദീദ് എന്ന് പറയുന്നത്. അത് മാത്രമാണ് പിന്നീട് അവശേഷിക്കുന്നത്. ഞാൻ പറയുന്നത് ആ അർത്ഥത്തിലുള്ള ഒരു റസൂലിനെ മാത്രമേ ഇന്ന് ഒഴിവുള്ളൂ. അങ്ങനത്തെ ഒരു റസൂലിനെ ഇവിടെ ആവശ്യമുള്ളൂ. സമൂഹം ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാൻ നമ്മൾ കൊടുക്കേണ്ടതുമായ ഒരു റസൂല് അത്തരത്തിലുള്ള റസൂലാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ മാർഗത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.